ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. ഉച്ചക്കുള്ള മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. 1 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയ്ക്ക് എത്തും. 1:30 ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നമുക്ക് ഈവനിങ്ങിലേക്കുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിപ്പറേഷനൊക്കെ ചെയ്യാനുള്ള ടൈമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പാമ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വരക്കാൻ വെച്ചിട്ടുണ്ടായി. ഇരുമ്പാമ്പുളി ഇങ്ങനെ വെറുതെ നമ്മൾ വെള്ളം ഊറ്റിക്കളയാൻ വല്ല അരിപ്പയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകുന്ന ഞാൻ വിചാരിച്ചത്. അതിൻ്റെ വെള്ളം ഒട്ടും പോവില്ല കേട്ടോ. ഈവനിങ് വരെ ഇട്ടിട്ട് ഒരനക്കൂല്ല. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണിയിൽ അത് കവർ ചെയ്ത് തുടച്ചെടുത്തു. അല്ലെങ്കിൽ വല്ല ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കണം എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായി. സാധാരണ ഞാൻ ഇരുമ്പമ്പുളിയൊന്നും അച്ചാറിടാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു അറിവില്ലായ്മയാവാം. അപ്പോൾ അറിയാത്തവർ എന്നെ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തോളിട്ടാ. പിന്നെ ഈവനിങ് എന്താ പറയുക, നമ്മുടെ കായ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. കായ ബജ്ജിക്കും അതേപോലെ തന്നെ പൊട്ടാറ്റോ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മോനക്ക് പൊട്ടാറ്റോ ബജ്ജിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് തിക്നെസ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമ്മൾ പലപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കണവരും അല്ലെങ്കിൽ പുറത്ത് ജോലിക്കൊന്നും പോകാത്തവർ പറയുന്നതാണ് ഈവനിങ് ഒരു സ്നാക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. സത്യത്തിൽ ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ല. അതിപ്പോൾ നമ്മളിങ്ങനെ 2 ടൈമിൽ, അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് അത് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മാവൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകിട്ട് അതെടുത്ത് വറുത്താൽ മതി. അപ്പോൾ നമുക്ക് പണി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നും. അതേസമയം നമ്മൾ ഈവനിങ് ഇതൊക്കെ കട്ട് ചെയ്ത് മാവ് മിക്സ് ചെയ്ത് എടുത്ത് പൊരിക്കുമ്പോഴത്തേനും നമുക്ക് 15 മിനിറ്റ് ചിലപ്പോൾ പൊരിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഒക്കെപ്പാട് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറിലധികം വരുമ്പോൾ നമുക്ക് തോന്നും കുറേ ഉണ്ട് എന്ന്. പിന്നെ പോരാത്തതിന് ഇതൊക്കെ ചെയ്താൽ പോരല്ലോ. ഇതിനൊക്കെ ശേഷം നമുക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഇതൊക്കെ കട്ട് ചെയ്യും, ക്ലീൻ ചെയ്യും, മാവ് കലക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാത്രങ്ങളൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വറുത്തതിന് ശേഷമുള്ളത് 2ാമത്തെ ട്രിപ്പിൽ കഴുകണ്ടുള്ളൂ. ഇതൊന്നിച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും നമുക്ക് അത്രയും പാത്രങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്നിച്ചുണ്ടാക്കാനുള്ള ഒരു ഇഷ്ടമില്ലായ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞങ്ങളിപ്പോൾ പണിക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് മറ്റേ മിച്ചറോ മുറുക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇടയ്ക്ക് ഇതുപോലെ എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കും. അതിപ്പോൾ വാങ്ങണേക്കാളും കൂടുതലധികം എണ്ണക്കടിയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാറ് തന്നെയാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അവർക്കുള്ള ചായയാണത്. ഞാൻ കട്ടനാണ് കുടിക്കുക. അപ്പോൾ കട്ടനും പൊട്ടാറ്റോ ബജി മയണൈസും ടൊമാറ്റോ സോസും ഒക്കെ കൂട്ടിയിട്ട് അത് സൂപ്പറായിട്ട് നമ്മളും കഴിച്ച് പണിക്കാർക്കും കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ പാത്രം കഴുകൽ, ഇത്രയും പാത്രം കഴുകാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് 2 ഷിഫ്റ്റായി ചെയ്തുകൊണ്ടാണ് അങ്ങനെ. പിന്നെ വൈകിട്ട് തുണികളൊക്കെ മടക്കിയത് എടുത്തിട്ട് വന്ന് വീട് പണി നടക്കണ്ടായി, അവിടേക്കൊന്ന് പോയി വന്ന്. പിന്നെ നമ്മുടെ ഇരുമ്പാമ്പുളി നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെറുതെ ഒന്നും ഇടണില്ല, വെള്ളമൊന്നും ഒഴിക്കണില്ല. വെറുതെ അത് 2 സൈഡും കട്ട് ചെയ്തിട്ട് ഉപ്പ് മാത്രം ഇട്ടൊന്ന് കുലുക്കി വെക്കാനുള്ള ഉദ്ദേശമാണ്. അതിന് തന്നെ കുറച്ച് നീരിറങ്ങുമല്ലോ. പിന്നെ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാണ്ട് ഞാനും വാപ്പിയും ചപ്പാത്തി കഴിക്കുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി മീൻ വറുത്ത് മോന് പഠിച്ചതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചപ്പാത്തി കഴിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.